വെൽക്കം ബാക്ക് ടു അനദർ സൂപ്പർ വീഡിയോ. എൻ്റെ മോനെ കുട്ട ആ തലയൊന്നും മാറ്റടാ, ഇത് ക്യാമറ അല്ലടാ. അപ്പം നമ്മൾ നേരെ പോവാട്ടോ. എങ്ങോട്ടാന്നല്ലേ, നമ്മുടെ ഓണം വെക്കേഷൻ്റെ ലാസ്റ്റ് 2 ദിവസത്തിൽ എന്തോ ഒരു ആഗ്രഹം എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന്. ഉടൻ തന്നെ വിട്ടു നമ്മുടെ ധോണി കാണാൻ. പാലക്കാടുള്ള ധോണിയാണേ ഞാൻ ഉദ്ദേശിച്ചത്. ധോണിയിലെത്തിയപ്പോഴാണ് സംഭവം മനസ്സിലായത്. 1:30 അവിടെ ടിക്കറ്റ് കൊടുക്കുക. നട്ടുച്ചയ്ക്ക് ഞങ്ങൾ നേരെ മലമ്പുഴയ്ക്ക് പോയി. എന്തായാലും മലമ്പുഴത്തെ വെയിൽ കൊണ്ടിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞ പോലെ ഞാൻ കുറച്ച് സ്ലോ മോഷൻ എടുത്തു. എന്തായാലും വെയിൽ കരിച്ചു എന്ന് തന്നെ പറയാം. പിന്നെ സൺസ്ക്രീൻ ഉള്ളതുകൊണ്ട് കുറേയൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്തു കേട്ടോ. അപ്പം ഞാൻ സ്ലോ മോഷനൊക്കെ അടിച്ചിങ്ങനെ നടന്നു പോവുകയാണ്. കുഞ്ഞുങ്ങൾക്ക് എന്തായാലും മുതലായി, എല്ലാത്തിലും കയറി മുതലാക്കിയിരുന്നു. അപ്പോൾ പിള്ളേരല്ലേ, വെക്കേഷൻ അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാ പിള്ളേരും നമ്മുടെ കൂടെ കൂട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട അളിയരുണ്ട് കേട്ടോ. അളിയൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ചേച്ചിയുടെ ഹസ്ബൻഡായിട്ട് വരും. നിങ്ങളുടെ നാട്ടിൽ എന്താ വിളിക്കുകയെന്നറിയില്ല, ഞങ്ങളുടെ നാട്ടിൽ അളിയൻസ് എന്നാണ് പറയുന്നത്. അപ്പം അളിയനുണ്ട്, അതേപോലെ ചേച്ചിയുടെയും എല്ലാ പിള്ളേരും ഉണ്ട്. നമ്മുടെ പിള്ളേരെയൊക്കെ കൂട്ടി നമ്മൾ പോയി. അതിനിടയ്ക്കാണ് നമ്മുടെ ക്യാമറയിൽ 2 പേര് വന്ന് പെട്ടത്. 2 പേരല്ല, കുറേ പേരുണ്ടായിരുന്നു. 2 പേരെയാണ് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റിയത് കേട്ടോ. അപ്പോൾ ഇതെന്താ ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ മലമ്പുഴയെക്കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ, മലമ്പുഴ ഞാൻ പണ്ട് ഒരുപാട് നാളായി മലമ്പുഴയ്ക്ക് പോയിട്ട്, ഏറെക്കുറെ 1-2 വർഷമായി. അപ്പം അതിൽ നിന്നും വ്യത്യസ്തമായി മലമ്പുഴ ഇപ്രാവശ്യം കാണാൻ സാധിച്ചത് കുറേ വേസ്റ്റാണ് കേട്ടോ. സംഭവം വേസ്റ്റും അതേപോലെ കാണാൻ പറ്റിയതാണ് ഈ മങ്കികൾ. ഒരുപാട് മങ്കീസ് ഉണ്ട് അവിടെ. ഫുഡിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ കുമിഞ്ഞു കൂടിയതുകൊണ്ട് തന്നെ മങ്കികളുടെ കൊട്ടാരമായിട്ടത് മാറ്റിക്കഴിഞ്ഞു കേട്ടോ. ഇത് കുട്ടികളിതാ, മങ്കികൾക്ക് മാത്രമല്ല തൂങ്ങി പിടിച്ച് നടക്കാൻ പറ്റും, ഞങ്ങൾക്കും പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികൾ അതിൽ പിടിച്ച് കയറിയതാണ്. പിന്നെ അവിടെ ഒരു ട്രെയിൻ കണ്ടു. എന്തായാലും ഓടാത്ത ട്രെയിനല്ലേ, നമുക്ക് ടിക്കറ്റൊന്നും എടുക്കണ്ടല്ലോ, അവിടെ ഇരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് നേരം അതിൻ്റെ ഉള്ളിൽ കയറി ഫോട്ടോ എടുത്തു. അതിനിടയ്ക്കാണ് എനിക്കും എൻ്റെ ഭർത്താവിനും ഒരു ആഗ്രഹം തോന്നിയത്, ഊഞ്ഞാലാടണമെന്ന്. എന്തായാലും ചാടി കയറിയിരുന്നു, കുറേ ഊഞ്ഞാലാടി, കുറേ പ്രഹസനങ്ങൾ ഞങ്ങൾ കാണിച്ചു, കുറേ ഫോട്ടോ എടുത്തു. അതിനുശേഷം നമ്മൾ ഡാമിൻ്റെ മുകളിലേക്ക് വലിഞ്ഞു കയറി. എന്തായാലും വെയിലൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡാമിൻ്റെ മുകളിലേക്ക് നമ്മൾ കയറി. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത്, ഭയങ്കര നല്ല കൂളായിട്ടുള്ള കാറ്റുണ്ടായിരുന്നു ഇവിടെ. അതിൻ്റെ മുകളിൽ നിന്ന് മുകളിലത്തെ ഒരു വ്യൂ ആണ് കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ രാത്രി കാണാനായിരിക്കും അടിപൊളി. എന്തായാലും നമ്മൾ എന്ത് ചെയ്തു, കിട്ടണ സമയം നമ്മൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ വന്നത്. അപ്പം ഞങ്ങൾക്കുള്ള സമയം നമ്മൾ എന്ത് ചെയ്ത് അടിച്ചു പൊളിച്ചു. എന്തായാലും അതിൻ്റെ മുകളിൽ കൂടെയൊക്കെ കൊത്തിപ്പിടിച്ച് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പം അതിനുശേഷം നമ്മളിത് ഡാമിൻ്റെ ഫുൾ വ്യൂ ആണത്. നല്ല രസമാണ്, നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ പുറത്തിറങ്ങി. അവിടുത്തെ ആ ബ്രിഡ്ജിൽ കൂടെയൊക്കെ നടന്നു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പുറത്തിറങ്ങിയത്. അപ്പോഴാണ് ഐസ്ക്രീം കഴിക്കണമെന്നൊരു ആഗ്രഹം തോന്നിയത്. നേരെ ഓടിപ്പോയി ഐസ്ക്രീം കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ വരുന്ന വഴി KGF എന്ന് പറഞ്ഞിട്ടുള്ളൊരു അടിപൊളി ഒരു ഹോട്ടലുണ്ടായിരുന്നു. അവിടെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. ഏറെക്കുറെ 4 മണിയാണ് നമ്മൾ ഫുഡ് കഴിച്ചപ്പോൾ. ഞാൻ കഴിച്ചത് പൊറോട്ടയും ബീഫായിരുന്നു. കുറേ നാളായിരുന്നു പൊറോട്ടയും ബീഫും കഴിച്ചിട്ട്. അതിനുശേഷം നമ്മൾ നേരെ ഹസ്ബൻഡിൻ്റെ വർക്കിംഗ് സൈഡിലേക്ക് നമ്മൾ എത്തി കേട്ടോ. നമ്മുടെ സ്വന്തം തോട്ടത്തിലേക്ക് നമ്മളെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുട്ടി വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.